ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ, നിങ്ങളുടെ പ്രിയപ്പെട്ട ഷോസ് കാണൂ. കമ്പനിയുടെ ഭൂരിപക്ഷം ഷെയർസും എന്റെയും നിന്റെയും പേരിലാവും. മേജർ ഷെയർസ് നമ്മുടെ കൈവശം വന്ന് ചേർന്നാൽ നമുക്ക് പിന്നെ ആരെ വേണമെങ്കിലും കമ്പനിയിൽ നിന്ന് പുറത്താക്കാനുള്ള അധികാരം ലഭിക്കും. ഞാൻ ചെയ്ത വലിയൊരു തെറ്റായി പോയി അത്. എന്താ ജിതേ? ഒരുത്തി ഇവിടെ എഴുന്നേൽക്കാൻ വയ്യാതെ കിടക്കുമ്പോ എല്ലാവരും ചേർന്ന് അത് കണ്ടോണ്ട് മാറി നിൽക്കുവാണോ? ആർക്കെങ്കിലും ഇവിടെ ഒന്ന് സഹായിച്ചൂടെ? അയ്യോ, സഹായിക്കാൻ നോക്കി ഇവിടുത്തെ സ്വീകരിക്കണ്ടേ? എല്ലാവരും ഒറ്റക്കെട്ടായി എപ്പോഴും അഞ്ജിതയെ പ്രയാസപ്പെടുത്തുന്നത് അതത്ര നല്ലതല്ല. അത് പൊറുക്കാനാവാത്ത തെറ്റാ. മോനെ, അഞ്ജിതയോട് ഇവിടെ ആരെന്ത് ചെയ്തു എന്നാ നീ പറയുന്നേ? ഞാൻ ഒന്നും പറയുന്നില്ല. എന്തായാലും ഇതിനൊക്കെ വല്യമ്മ കൂടി ഒത്താശ ചെയ്ത് നിൽക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അഭി, അഞ്ജു വാ പോവാ. അഭിഷേക് എന്താ തെറ്റിദ്ധരിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇനിയിപ്പോ അടുത്ത പ്രശ്നം അതിന്റെ പേരിലായിരിക്കും. ചേച്ചി, ജാനകി, എന്തു പറ്റി? ഏയ് ഒന്നുമില്ല. എന്താടോ, എന്താ തന്നിങ്ങനെ വിഷമിച്ചിരിക്കുന്നത്? ഏയ് ഒന്നുമില്ല. അത് വെറുതെ എന്തോ കാര്യമായ പ്രയാസമുണ്ട്. താനതില്ല എന്ന് പറഞ്ഞാലും ഈ മുഖത്ത് ആ സങ്കടം തെളിഞ്ഞു കാണും. എന്താ വിഷയം? ആരാണ് എന്റെ ജാനകിക്കുട്ടിയെ വിഷമിപ്പിച്ചത്? ജാനകി, എന്താണ് താനെന്താ ഇങ്ങനെ കൊച്ചുകുട്ടികളെ പോലെ? എടോ, താൻ കാര്യം എന്താണെന്ന് പറ ജാനകി. അഭിഷേക് എന്നെ വല്ലാതെ തെറ്റിദ്ധരിച്ചിരിക്കുക മഹിയേട്ട. അവനെന്ത് പറഞ്ഞു? അവനെന്തിനാ തന്നെ തെറ്റിദ്ധരിക്കുന്നത്? ഞാൻ ദേവികയോട് അമിത സ്നേഹം കാണിക്കുകയാണെന്ന്. ദേവികയോട് സ്നേഹം കൂടിപ്പോയതുകൊണ്ടാ ഞാൻ അഞ്ജിതയോട് വേർതിരിവ് കാണിക്കുന്നെന്ന്. അഞ്ജിതയെ ഞാൻ വിഷമിപ്പിക്കുകയാണ് പോയി. അഞ്ജിതയെ ഞാൻ ഒരിക്കലും വിഷമിപ്പിച്ചിട്ടില്ല മഹിയേട്ട. തെറ്റുകൾ കണ്ടപ്പോ ഞാൻ ശാസിച്ചിട്ടുണ്ട്. ഇപ്പോഴും ഞാൻ അവളെ ശാസിച്ചു. എന്റെ മകളായാലും ഞാൻ അതേ ചെയ്യൂ. അതിന് കാര്യം തിരിച്ചറിയാതെ അഭി എന്നെ കുറ്റപ്പെടുത്തിയത്. ഇപ്പൊ എന്താ സംഭവിച്ചത്? എല്ലാവരും ഒറ്റക്കെട്ടായി എപ്പോഴും അഞ്ജിതയെ പ്രയാസപ്പെടുത്തുന്നത് അതത്ര നല്ലതല്ല. അത് പൊറുക്കാനാവാത്ത തെറ്റാ. എന്തായാലും ഇതിനൊക്കെ വല്യമ്മ കൂടി ഒത്താശ ചെയ്ത് നിൽക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. താനതൊന്നും കാര്യമാക്കണ്ട. താൻ എപ്പോഴും ശരിയുടെ ഭാഗത്തല്ലേ നിൽക്കാറ്. അതിവിടെ ആർക്കാ അറിയാത്തത്? അഞ്ജിതയോടുള്ള സ്നേഹ കൂടുതലുണ്ടായിരിക്കും അഭി അങ്ങനെ തെറ്റിദ്ധരിച്ചത്. പുതുമോടിയല്ലേ, പിള്ളേർക്ക് അങ്ങനെയൊക്കെ തോന്നും.
താനൊന്ന് ക്ഷമിക്കടോ. തന്നെ തെറ്റിദ്ധരിച്ചത് ശരികേടായിരുന്നെന്ന് അഭി താനെ തിരിച്ചറിഞ്ഞോളൂ. അപ്പോ അവൻ തന്നോട് വന്ന് മാപ്പ് പറയും. താൻ നോക്കും. നമ്മുടെ സ്കൂളിലെ 1000-ഓളം കുട്ടികളെ അവരുടെ സ്വഭാവ സവിശേഷതകൾക്കനുസരിച്ച് നിയന്ത്രിക്കുന്ന തനിക്കാണോ നമ്മുടെ കുട്ടികളെ കൈകാര്യം ചെയ്യാൻ പ്രയാസം? അഭി കുറ്റപ്പെടുത്തിയെന്ന് കരുതി താൻ പിണങ്ങിയിരിക്കുകയോ വിഷമിക്കുകയോ അല്ല വേണ്ടത്. അവൻ പറഞ്ഞതൊന്നും മനസ്സിൽ വെക്കാതെ താൻ അവനെ പഴയതുപോലെ സ്നേഹിക്കണം. എനിക്ക് അതല്ലേ സാധിക്കൂ മഹേട്ട. സ്നേഹം കൊണ്ട് മാറ്റാൻ പറ്റാത്ത ഒരു പ്രശ്നവും നമ്മുടെ വീട്ടിലില്ല. താനൊന്ന് സമാധാനിക്കടോ. ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. ദേവിക സിദ്ധുവിന്റെ ശത്രുവിനെ തേടിയുള്ള അന്വേഷണം ആരംഭിച്ച സ്ഥിതിക്ക് ഇനിയും നമ്മൾ കാത്തിരുന്നാൽ അത് നമുക്ക് തന്നെ ആപത്താവും. നമ്മൾ ആഗ്രഹിച്ചതുപോലെ പൊന്നാരം തോട്ടത്തെ സ്വത്തുക്കളും ബിസിനസ്സും ഒന്നും നമുക്ക് പിന്നീട് കിട്ടില്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് സകലതും സ്വന്തമാക്കണം. അച്ഛാ, പെട്ടെന്ന് സ്വന്തമാക്കണമെന്ന് വെച്ചാ എങ്ങനെ ഇതൊക്കെ സ്വന്തമാക്കും? അല്ല, അതിനെന്താ മാർഗം? ഇട മാർഗമുണ്ട്. ദാ, നീ ഇത് കണ്ടോ? എന്താ അച്ഛാ ഇതൊക്കെ? ഇതെല്ലാം നമ്മുടെ വിധിയെ മാറ്റിമറിക്കാൻ ശക്തിയുള്ള രേഖകളാണ്. ഈ രേഖകൾ നടപ്പിലാക്കി കഴിഞ്ഞാൽ പിന്നെ പൊന്നാരം തോട്ടത്തെ ബിസിനസിന്റെ മേധാവികൾ നമ്മളായിരിക്കും. കമ്പനിയുടെ ഓഹരികൾ നോക്കിക്കഴിഞ്ഞാൽ അതില് ഭൂരിഭാഗം ഷെയറുകളും ഋഷിയുടെയും സിദ്ധുവിന്റെയും പേരില്. സിദ്ധുവിന്റെ അവസ്ഥ ഇങ്ങനെ ആയതുകൊണ്ട് സൈനിങ് അതോറിറ്റിയായി ദേവികയെ ചേട്ടൻ നിയോഗിച്ചിട്ടുള്ളത്. എന്റെ നിന്റെയൊക്കെ പേരിൽ വെറും 10% ഷെയറുകൾ മാത്രമേ ഉള്ളൂ. ഞാനിപ്പോ തയ്യാറാക്കി വച്ചിരിക്കുന്ന ഈ രേഖകൾ പ്രകാരം ഋഷിയുടെയും സിദ്ധുവിന്റെയും പേരിലുള്ള ഷെയറുകളെല്ലാം എന്റെയും നിന്റെയും പേരിലാക്കി മാറ്റപ്പെടും. അപ്രകാരമാണ് ഈ രേഖ എഴുതി തയ്യാറാക്കിയിരിക്കുന്നത്. പക്ഷേ ഇതിൽ ഋഷിയും ദേവികയും ഒപ്പിടണം. അങ്ങനെ ഒപ്പിട്ട് കിട്ടിയാൽ കമ്പനിയുടെ ഭൂരിപക്ഷം ഷെയർസും എന്റെയും നിന്റെയും പേരിലാവും. മേജർ ഷെയർസ് നമ്മുടെ കൈവശം വന്ന് ചേർന്നാൽ നമുക്ക് പിന്നെ ആരെ വേണമെങ്കിലും കമ്പനിയിൽ നിന്ന് പുറത്താക്കാനുള്ള അധികാരം ലഭിക്കും. അല്ല, ഋഷിയുടെയും ദേവികയുടെ ഒപ്പ് ഈ ഡോക്യുമെന്റ്സിൽ നമ്മൾ എങ്ങനെ മേടിക്കും? ഒപ്പ് വാങ്ങേണ്ട ഉത്തരവാദിത്വം അഭിഷേകിന. അച്ഛാ, അതെങ്ങനെ സാധിക്കും? അല്ല, ഞാൻ പറഞ്ഞ അവരെങ്ങനെ ഒപ്പിട്ട് തരും? മണ്ട, ഇത് ഷെയറുകൾ കൈമാറ്റം ചെയ്യുന്ന രേഖകളാണെന്ന് അവരോട് ഒരിക്കലും പറയരുത്. ഇതവരറിയരുത്.